ഒരു ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും ടോക്സിക് കൾച്ചർ എന്താണെന്ന് വെച്ചാൽ ഇവ ശരിക്കും ഹൃദയപൂർവ്വമാണ് അനോണിമസ്ലി ഈ വിന്നർ ആവേണ്ടിയിരുന്നതെന്ന് എല്ലാവരും വിചാരിച്ചു. കാരണം ബാക്ക് ടു ബാക്ക് ഹിറ്റ്സുമായിട്ട് ലാലേട്ടൻ അറ്റ് ദ പീക്ക് സത്യനന്ദിക്കാട് കോമ്പോ തിരിച്ചു വരുന്നു. ഒരു ഡീസൻറ്റ് സബ്ജക്റ്റ് ഉണ്ട്, പ്ലോട്ട് ലൈൻ ഉണ്ട്, എല്ലാം സേഫ് ബെറ്റിലുള്ള നിൽക്കുന്ന സമയത്ത് ഈ പടത്തിൽ ദുൽഖർ സൽമാൻ, അതായത് മമ്മൂട്ടി ലെഗസി വരുന്നൊരു പടവുമായിട്ട് ക്ലാഷ് വന്നിട്ട് ഹൃദയപൂർവ്വം അതിന് മുകളിലേക്ക് പോകുമെന്നുള്ളത് ഇപ്പോൾ ഫാൻ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ടോക്സിക് ഫാൻ ഫൈറ്റ്, അതായത് മമ്മൂക്കട്ടിയും ലാലേട്ടൻ്റെയും തമ്മിലുള്ള ഫൈറ്റ് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ദുൽഖർ സൽമാൻ ബാക്കപ്പ് ചെയ്യുന്നൊരു പടം, അത് ഹീറോയിൻ സെൻട്രിക് പടം, ഇതിന് മുകളിലേക്ക് പോകുമോ അപ്പോഴത്തേക്ക് തുടങ്ങി ഇവർ. അത് ലാലേട്ടൻ്റെ പടത്തെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഹൈപ്പ് ചെയ്യുന്നു, PR വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു സൈഡിൽ നിന്ന് ലാലേട്ടൻ കോർ ഫാൻസ്. സത്യത്തിൽ ഇവരൊക്കെ ഫാൻസ് ആണെന്ന് എനിക്കറിയില്ല. ഇവർക്ക് ഈ പറയുന്ന ഫാൻ ഫൈറ്റ് ഒരു അടിസ്ഥാനവും ഇല്ല. രണ്ട് കൂട്ടം അങ്ങോട്ട് ചെളിവാരി എറിയുന്നു. അതായത് ഫാൻ ഫൈറ്റ് എന്ന പേരിൽ അന്തരായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഇത് നിങ്ങളുടെ മമ്മൂട്ടിക്ക് അതുണ്ടോ, ഇത് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്തായാലും തൂക്കൂ, ലോകം ഒരു കാശിന് കൊള്ളത്തിൽ നിന്ന് അങ്ങനെ ക്രിട്ടിക്കൽ ഒരു കാര്യമില്ലാതെ ക്രിട്ടിക്സ് ആയിട്ട് മാറിയിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് ഞാൻ നെഗറ്റീവ് പബ്ലിസിറ്റി. എന്നിട്ട് അവർ പറഞ്ഞത് ലോകം വെറുതെ ഹൈപ്പാണ് ഈ പറയുന്നത്. സത്യത്തിൽ ഈ ഹൈപ്പ് കയറാൻ ഒറ്റ കാരണം ആ പടത്തിന് അവർ പ്രീ ഹൈപ്പ് കൊടുത്തില്ലെന്നുള്ള ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ.